ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് വടവൃഷ പൂർണിമയാണ്. ഹിന്ദു കാലഗണന പ്രകാരം ദേവപ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാ മാസത്തിലെയും പൂർണിമ നാളുകൾ ജ്യേഷ്ഠമാസത്തിലെ പൗർണമിക്ക് സവിശേഷതകളേറെയുണ്ട്. അതിലൊന്നാണ് വടപൂർണിമ വ്രതം അല്ലെങ്കിൽ വടസാവിത്രി വ്രതം. ഭർത്തുമതികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടിയാണ് മുഖ്യമായും ഉപവാസത്തോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. വ്രതരീതി അനുസരിച്ച് പൂർണിമയുടെ തലേ ദിവസം ഒരിക്കലോടെയോ അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ചോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അന്നേ ദിവസം കഴിയുവതും ഈശ്വരചിന്തയോടെ കഴിച്ചുകൂട്ടുകയും ഫലങ്ങൾ മാത്രം കഴിച്ചും വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. വ്രതങ്ങൾ അവയുടെ ഉദ്ദേശങ്ങൾക്കനുസൃതമായി നിത്യവ്രതം, നൈമിത്തിക വ്രതം, കാമ്യവ്രതം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. അഭിഷ്ടസിദ്ധിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം ആണ് കാമ്യവ്രതം. വിവാഹിതരായ സ്ത്രീകൾ പൂർണിമ ദിനത്തിൽ സൂര്യോദയത്തിനു മുമ്പ് കുളിച്ചു കുറി തൊട്ട് നിലവിളക്ക് കൊളുത്തി ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ഉത്തര ഭാരതത്തിലും പശ്ചിമ ഭാരതത്തിലും ശ്രീ പരമേശ്വരനെയും ശ്രീ മഹാവിഷ്ണുവിനെയുമാണ് കൂടുതൽ പേരും ആരാധിക്കുന്നത്. ശേഷം സമീപത്തോ ക്ഷേത്രത്തിലോ പേരാലിന് ചുവട്ടിൽ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം അരയാൽ മരത്തിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം. ചിലയിടങ്ങളിൽ പേരാലിന് 7 മുതൽ 21 പ്രദക്ഷിണം വയ്ക്കുന്നതിനൊപ്പം വെള്ള നൂലുകൊണ്ട് വൃക്ഷത്തെ ചുറ്റാറുമുണ്ട്. വിവാഹിതരായ സ്ത്രീകൾ ആത്മരത്തിൽ നൂലുകൊണ്ട് ബന്ധിച്ച് അർച്ചന നടത്തി പ്രാർത്ഥിച്ചാൽ ദീർഘസുമംഗലയായിരിക്കുമെന്നാണ് വിശ്വാസം. അകാലത്തിൽ മരണം കീഴ്പ്പെടുത്തിയ തൻ്റെ ഭർത്താവ് സത്യവാനെ യമരാജനിൽ നിന്ന് രക്ഷിക്കുവാനായി സാവിത്രി വടവൃക്ഷത്തിൻ്റെ കീഴിൽ കഠിനമായ വ്രതം അനുഷ്ഠിച്ച് പുനർജീവൻ സാധ്യമാക്കിയെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. നമ്മൾ ഏറ്റവും ദയാരഹിതനായി കണക്കാക്കുന്ന സാക്ഷാൽ യമരാജന് പോലും പത്നീവ്രതത്തിനു മുമ്പിൽ തോറ്റുപോകേണ്ടി വന്നു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് വടസാവിത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭർത്താവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നീങ്ങുകയും ദീർഘായുസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഏവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഭക്തിസാന്ദ്രമായ വടപൂർണിമ ആശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.